അവിശ്വാസ പ്രമേയം പാസായതോടെ മലപ്പുറം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. UDF കൊണ്ടുവന്ന പ്രമേയത്തെ LDF അംഗവും വൈസ് പ്രസിഡന്റുമായ നുസൈബ സുധീർ പിന്തുണച്ചതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. ചർച്ചയ്ക്ക് മുൻപ് LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. 11 വർഷത്തിനു ശേഷം 2022 ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം LDF തിരിച്ചുപിടിച്ചത്. തെരഞ്ഞെടുപ്പിൽ 10 വീതം സീറ്റുകൾ നേടി പഞ്ചായത്തിൽ ഇരുപക്ഷവും തുല്യരായെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFിലെ വത്സമ്മ സെബാസ്റ്റ്യന് നറുക്കുവീണതോടെ അവർ പ്രസിഡന്റാവുകയായിരുന്നു. 2022 ഇവർക്കെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അന്ന് ലീഗ് സ്വതന്ത്രയായി ജയിച്ച നജ്മുന്നീസയുടെ പിന്തുണയോടെ പാസ്സാവുകയായിരുന്നു. തുടർന്ന് LDF ഭരണം പിടിച്ചു. LDFിന്റെ ഭരണം തുടരുന്നതിനിടെയാണ് UDF വീണ്ടും അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. 20 അംഗ ഭരണസമിതിയിൽ 9-നെതിരെ 11 വോട്ടുകൾക്കാണ് UDFിന്റെ അവിശ്വാസ പ്രമേയം പാസ്സായത്. വൈസ് പ്രസിഡന്റും LDF അംഗവുമായ നുസൈബ സുധീർ പിന്തുണച്ചതാണ് LDFന് തിരിച്ചടിയായത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുധീർ പുന്നപ്പാലയുടെ ഭാര്യയാണ് നുസൈബ. നുസൈബയെ കാണാനില്ലെന്ന് കഴിഞ്ഞ ദിവസം CPIM ആരോപിച്ചിരുന്നു. PV അൻവർ ഇടപെട്ടാണ് നുസൈബയെ കൂറുമാറ്റിയതെന്നാണ് CPIMന്റെ ആരോപണം. അതിനിടെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപ് വൻ സംഘർഷമാണ് പഞ്ചായത്തിന് മുന്നിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ ഉണ്ടായത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.